ഇന്ന് റെയിനി സാറ്റർഡേ ആണ്. യൂഷ്വലി റെയിനി ഡേയ്സ് ലേസി ഡേയ്സ് അങ്ങനെയാണല്ലോ. പക്ഷേ ഇന്ന് ഒരു മടിയില്ലാതെ ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് എൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞാനൊരു ചെയറിൽ ചെന്നിരുന്ന് റെസ്റ്റ് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് ലൂടി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, മമ്മ എല്ലാം ചെയ്തു കഴിഞ്ഞില്ലേ, പിന്നെ മമ്മ എന്താ എൻ്റെ കൂട്ടത്തിൽ കളിക്കാതെ ഫോൺ നോക്കിയിരിക്കുന്നേ? ദ മോമെൻറ്റ് ഷീ ആസ്ക്ഡ് ദാറ്റ് ക്വസ്റ്റ്യൻ ഐ ഫെൽറ്റ് റിയലി ബാഡ്. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ലൈക്ക് യു ചൈൽഡ് ഗെറ്റ് ഓൺലി വൺ ചൈൽഡ്ഹുഡ്, ദെൻ വൈ ഡോണ്ട് യു മേക്ക് ഇറ്റ് മെമ്മറബിൾ. അങ്ങനെ ആ ഒരു പോസിറ്റീവ് തോട്ടോടെ ഞാനും ലല്ലും കൂടി ഒരുമിച്ച് കളിക്കാൻ തീരുമാനിച്ചു. എന്ത് കളിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ലല്ലുവിൻ്റെ സ്റ്റഡി ടേബിളിൽ കുറച്ച് കളർ പേപ്പേഴ്സ് കാണുന്നത്. അപ്പോൾ കളർ പേപ്പേഴ്സ് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ സ്കൂൾ ഡേയ്സ് ഓർത്തു. സ്കൂൾ ഡേയ്സിൽ കളർ പേപ്പേഴ്സ് വെച്ച് കുട ഉണ്ടാക്കിയത് ഓർത്തു. അപ്പോൾ ഞാൻ ലല്ലുവിനോട് ചോദിച്ചു, ലല്ലു മമ്മ ഈ കളർ പേപ്പേഴ്സ് വെച്ച് ലല്ലുവിനൊരു കുട ഉണ്ടാക്കി തന്നാലോ? ആൻഡ് ഷി വാസ് വെരി ഹാപ്പി ആൻഡ് ഷീസ് ലൈക്ക് ഓക്കെ മമ്മ, എന്നാൽ നമുക്കിന്ന് കളർ പേപ്പേഴ്സ് വെച്ച് കുട ഉണ്ടാക്കാം. അങ്ങനെ ഞാനും ലല്ലും കളർ പേപ്പേഴ്സ് വെച്ച് കുട ഉണ്ടാക്കാം തുടങ്ങി. ഞാൻ ആ കളർ പേപ്പേഴ്സ് എല്ലാം എടുത്ത് സർക്കിളിൽ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാൻ ലല്ലുവിനോട് കളർ പേപ്പേഴ്സിൻ്റെ കളർ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ലല്ലു എല്ലാ കളേഴ്സും എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ കളിയും ചിരിയും അടിയും പിടിയും വഴക്കവും എല്ലാമായി ഞാനും ലല്ലു കുട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ലല്ലുവിനൊരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ലല്ലു ഇസ് ലൈക്ക്, മമ്മ ഈ കളർ പേപ്പേഴ്സ് എവിടെ നിന്നാണ് മമ്മ വാങ്ങിയത്? ഇതെങ്ങനെയാണ് മമ്മ കിട്ടിയത്? ഇതിൻ്റെ കളർ എങ്ങനെയാണ് മമ്മ ഇങ്ങനെ വന്നേ? ഇതെന്താ മമ്മ എല്ലാ കളറും ഇങ്ങനെ ഇരിക്കുന്നത്? അങ്ങനെ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസിനെല്ലാം ഞാൻ ആൻസർ ചെയ്ത് ഞാനിങ്ങനെ കുട ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ലല്ലു അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് പാടുന്നുണ്ട്. ലല്ലുവിൻ്റെ ഫേവറേറ്റ് പാട്ട് ടി വിയിൽ കണ്ടപ്പോൾ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിങ്ങനെ വൈബ് ചെയ്ത് കുട ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ കട്ടിങ് എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ആ പേപ്പേഴ്സ് എല്ലാം ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പിലെത്തി. അങ്ങനെ ഞാൻ ലല്ലുവിനോട് പറയുകയാണ്, ലല്ലു ഇതെല്ലാം ഇനി ഇങ്ങനെ മടക്കി നമുക്കിതെല്ലാം ഒട്ടിച്ച് നമുക്കിപ്പോൾ കുട ഉണ്ടാക്കണം. അങ്ങനെ എല്ലാ പേപ്പേഴ്സും ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ലല്ലുവിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി. ലല്ലു ചോദിച്ചുകൊണ്ടിരിക്കുക, മമ്മ എന്താ മമ്മ കുടയാവാതെ, എന്താ മമ്മ കുടയാവാതെ? ഞാൻ പറഞ്ഞു, ലല്ലു ഇനി നമുക്ക് കുടയ്ക്ക് കാല് കൂടി വെച്ചാൽ മതി, അത് മാത്രം മതി, അപ്പോഴത്തേനും നമുക്ക് കുട ഉണ്ടാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഞാനും ലല്ലു പശയെല്ലാം തേച്ച് പേപ്പേഴ്സെല്ലാം ഒട്ടിച്ച് ഒരു സ്റ്റിക്ക് എടുത്ത് വെച്ച് അതിൻ്റെ നടുക്ക് വെച്ച് ഫെവിക്കോളൊക്കെ തേച്ച് കുടയങ്ങ് ഉണ്ടാക്കി. ആൻഡ് ഞാൻ ആ കുട ഇറ്റ് ഡിഡ്ന്റ് കം ഔട്ട് വെൽ, സ്റ്റിൽ ഞാൻ ആ സാധനം ലല്ലുവിൻ്റെ കൈ കൊടുത്തപ്പം the smile and the happiness on her face was priceless. All I could see was she was literally over the moon. And I believe that kids don't need things, and all they need is like parents who spend time with them.